പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സമാധാനത്തെക്കുറിച്ചുള്ള വചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാഭരിതരായിരിക്കുകയും. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹയുടെ കൊളോസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയിലൂടെ പറയുന്ന ഒരു കാര്യമാണ് സഭാമക്കൾക്ക് എഴുതുമ്പോൾ. ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തുവിൻ്റെ സമാധാനം എന്നെ ഭരിക്കുന്നുണ്ടോ? ദൈവത്തിനു ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്നെ ഭരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണോ? ക്രിസ്തുവിൻ്റെ സമാധാനം എന്നെ ഭരിക്കുന്നുണ്ടോ? ഈ ലോകത്തിലേക്ക് സമാധാനം സ്വന്തമാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സമാധാനം ലഭിക്കുമെന്ന ആഗ്രഹത്തോടു കൂടി ക്രിസ്തുവിനെ വിട്ട് ഞാൻ പോകുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നത് സമാധാനം ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുറേ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അസമാധാനം കടന്നു വരും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഈ 3-ാം അധ്യായം ജീവിത നിയമങ്ങളെക്കുറിച്ച് തന്നെയാണ് കർത്താവ് ഈശോ മിശിഹാ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കൊളോസോസിലെ മക്കളെ പഠിപ്പിക്കുമ്പോൾ 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭോജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വാത്സല്യ ഭോജനമാണ്. ആ വാത്സല്യ ഭോജനമാകുന്ന സഭാമക്കളെ ഇന്ന് കൊളോസോസിലെ സഭയുടെ മാത്രമല്ല, ലോകത്തിലുള്ള സകല തിരുസഭാ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. കാരുണ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരുണ്യമുണ്ടായിരിക്കണം. എന്നിട്ട് പറയണം, വാത്സല്യ ഭോജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ മാമോദീസ സ്വീകരിച്ച സഭാമക്കളെ പരിശുദ്ധരായിട്ട് തന്നെയാണ് പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇന്നിത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കാരുണ്യമുണ്ടോ? മറ്റുള്ളവരോട് കരുണ കാണിക്കാറുണ്ടോ? പാവപ്പെട്ടവന് എൻ്റെ സമ്പത്തിൻ്റെ ഓഹരിയിൽ നിന്ന് ഞാൻ പങ്കുവെച്ച് കൊടുക്കാറുണ്ടോ? മറ്റുള്ളവരോട്, വേദന അനുഭവിക്കുന്നവരോട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഞാൻ ദയ കാണിക്കാറുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു വിനയമുണ്ടോ? എളിമ, സൗമ്യത, മറ്റുള്ളവരോട് സൗമ്യമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന വ്യക്തിയാണോ? വീണ്ടും പറയുന്നുണ്ട്, ക്ഷമ എന്നിവ ധരിക്കും. ഇന്ന് ക്ഷമയുണ്ടോ? പല വ്യക്തികൾക്കും ക്ഷമയില്ല. എന്നിട്ട് പറയണം, ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകിയെത്തണമെങ്കിൽ അതിനുള്ള റൂട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ പറയുന്നത്. ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കണമെങ്കിൽ, ഇന്ന് അസമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നുവെങ്കിൽ എന്നിൽ എന്തില്ല? സമാധാനമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, എൻ്റെ ജീവിതത്തിൽ കാരുണ്യമില്ല. രണ്ടാമതായി, മറ്റാരോടും ദയ കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുപോലെ തന്നെ വിനയമില്ല.
എളിമപ്പെടുന്ന പരിപാടിയില്ല. ഇന്ന് ഞാനും തല ഉയർത്തി നിൽക്കുകയാണ്. കൊമ്പനാനയുടെ കൂട്ട് തല ഉയർത്തി നിർത്തുക. സൗമ്യതയില്ല, സൗമ്യത, അതുപോലെ ക്ഷമയില്ല. ഇത് ധരിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. തുറന്നു പറയുകയാണ്, നിങ്ങൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടുകൂടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. തുറന്നു പറയുകയാണ്, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ഈ സ്നേഹം പരിശീലിച്ച് കഴിയുമ്പോൾ മാത്രമാണ്, പ്രിയ സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണമെങ്കിൽ ഈ മേഖല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി അസമാധാനത്തിലേക്കല്ല, സമാധാനത്തിലേക്കാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി അസമാധാനത്തിലേക്കല്ല, സമാധാനത്തിലേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. ഏകശരീരമായി മാറുക എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. മാമോദിസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി നാം ഓരോരുത്തരും മാറ്റപ്പോൾ, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടപ്പോൾ ഏകശരീരമായി മാറ്റപ്പെട്ടു. അങ്ങനെ ഏകശരീരമായി മാറ്റപ്പെട്ട ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് സമാധാനം. ആ സമാധാനമായിരിക്കട്ടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഭരിക്കുന്നത്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണല്ലോ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. കർത്താവായ ഈശോയെ, സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ തിരുസഭയിലുണ്ട്. അവരെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അവരിലേക്ക് അയക്കണമേ. നഷ്ടപ്പെട്ടു പോയ സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ട് കർത്താവെ, അവരെ ഓരോരുത്തരെയും അങ്ങിലൊന്നാക്കി മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.